നമസ്കാരം. 2026 ഫെബ്രുവരി 22 മുതൽ ഫെബ്രുവരി 28 വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ മനസ്സന്തോഷമുണ്ടാകുന്നതാണ്. തൻ്റെ വാക്കുകളെ മറ്റുള്ളവർ അംഗീകരിക്കും. ബന്ധുസമാഗമം, ധനാഗമനം എന്നിവയും പ്രതീക്ഷിക്കാം. വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. ഏതൊരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും വിജയിക്കാനാകും. കർമ്മരംഗത്ത് പ്രകടമായ ഉയർച്ചകൾ ഉണ്ടാകുന്നതാണ്. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ധനച്ചിലവുകൾ ഉണ്ടായേക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കണം. പ്രണയിതാക്കൾക്കും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, സംശയങ്ങൾ എന്നിവ ഉണ്ടായേക്കാം. ഉള്ള രോഗങ്ങൾക്ക് ആശ്വാസം ലഭിക്കുമെങ്കിലും ഉദരക്ലേശങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. സന്താനങ്ങൾക്ക് ചില അരിഷ്ടതകൾ ഉണ്ടായേക്കാം. മുറിവുകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് സ്ഥാനമാനങ്ങളും ഉയർച്ചകളും ഉണ്ടാകും. എന്നാൽ സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് പ്രശസ്തിക്കുറവ് ഉണ്ടാകുന്നതാണ്. ഏതു മേഖലയിലായാലും മേലധികാരിയുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാനാകും. കുടുംബത്ത് അച്ഛനുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. പുതിയ നിക്ഷേപങ്ങൾ ശ്രദ്ധിച്ചു മാത്രം നിറവേറ്റേണ്ടതാണ്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ്. എന്നാൽ വിവാഹ കാര്യങ്ങൾക്ക് ചെറിയ കാലതാമസം നേരിടാം. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കാര്യസാധ്യം ഉണ്ടാകുമെങ്കിലും ധനച്ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും. മനസംഘർഷം വർദ്ധിക്കുവാൻ ഇടയുണ്ട്. അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം. ഗണപതി ഹോമം, ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും അനിവാര്യമാണ്. മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ വാക്കുകൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. എന്നാൽ വാഗ്വാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂട്ടുകെട്ടുകൾ മോശമാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും. കുടുംബത്ത് സന്തോഷവും സമാധാനവും വന്നുചേരും. ദാനധർമ്മങ്ങൾ ചെയ്യുവാനും ആശയവിനിമയത്താൽ നേട്ടങ്ങളും ഉണ്ടാകും. ദൂരദേശ യാത്രകൾ വേണ്ടിവരും. അച്ഛനുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചില കാര്യങ്ങളിൽ മടി അനുഭവപ്പെടുന്നതാണ്. ഈശ്വരാധീനം നേടിയെടുത്ത് മനസ്സിന് നല്ല ധൈര്യവും കൊടുത്ത് ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ശ്വാസമുട്ട് പോലുള്ള അസ്വസ്ഥതകളും തൈറോയ്ഡ് രോഗങ്ങളോ അലട്ടാനിടയുണ്ട്. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ഓം നമഃശിവായ 108 ഉരു നിത്യേന ജപിക്കുകയും ചെയ്യുക. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ പലവിധ മാറ്റങ്ങൾ ഉണ്ടാകും. കുടുംബത്തെ ചില അസ്വാരസ്യങ്ങൾക്ക് ഇടയാകും. കൂട്ടു സംരംഭങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. ധനച്ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഏതൊരു ഇടപാടുകളിലും രേഖകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യ സംബന്ധമായ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഗുണകരമാണ്. എന്നാൽ സർക്കാർ ഇടപാടുകളിൽ ശ്രദ്ധ പുലർത്തണം. സർക്കാരിന് പിഴയടയ്ക്കേണ്ടതായി വന്നേക്കാം. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വീട് മാറി താമസിക്കുന്നതിനുള്ള അവസരങ്ങൾ ഒരുങ്ങും. മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനും ധാരാളം യാത്രകളും വേണ്ടിവരും. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ഓം ഗം ഗണപതയെ നമ എന്ന ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക. മകം,
പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ചില വെല്ലുവിളികൾ ഉണ്ടാകുന്നതാണ്. എല്ലാ ധനമിടപാടുകളിലും ശ്രദ്ധ പുലർത്തേണ്ടതുമാണ്. ജീവിത പങ്കാളിയുമായും അഥവാ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സുമായും യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. വിവാഹ കാര്യങ്ങൾക്ക് ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതിനും കാലതാമസവും നേരിടുന്നതാണ്. കരാറുകളിൽ പ്രശ്നമുണ്ടായേക്കാം. എല്ലാ കാര്യത്തിലും ഒരു ചെറിയ സംതൃപ്തി കുറവ് അനുഭവപ്പെടുന്നതാണ്. സർക്കാർ കാര്യങ്ങൾ നടന്നു കിട്ടുമെങ്കിലും നല്ല ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. മേലുദ്യോഗസ്ഥരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കണം. ഏതൊരു തീരുമാനമെടുക്കുമ്പോഴും മറ്റുള്ളവരുമായി കൂടിയാലോചിച്ച് എടുക്കുക. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ഉദരക്ലേശങ്ങൾക്ക് ഇടയാകും. നേത്ര സംബന്ധമായ അസ്വസ്ഥതകൾക്കും സാധ്യത കാണുന്നുണ്ട്. മഹാദേവന് പിൻവിളക്ക് സമർപ്പിക്കുകയും ശനി ഗായത്രി നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്. ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിലിടത്ത് അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഉയർന്ന ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ടതായി വരും. ദൈനംദിന പ്രവർത്തനങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകാം. ക്ഷമയോടെ കാര്യങ്ങൾ നേരിടണം. കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും. മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും. ശത്രുക്കളുടെ ഇടപെടലുകളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം. കുടുംബത്തായാലും തൊഴിലിടത്തായാലും ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ജനങ്ങളുടെ മുന്നിൽ അംഗീകാരം ലഭിക്കുന്നതാണ്. ദൂരയാത്രകൾ വേണ്ടി വരുന്നതാണ്. ധനച്ചിലവുകളും ഉണ്ടാകും. ഏതൊരു ധനമിടപാടുകളിലും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഉദരക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാകും. ജീവിത പങ്കാളിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾക്ക് ഇടയാകും. സർക്കാർ തലത്തിൽ കിട്ടാനുള്ളതോ സുഹൃത്തുക്കളിൽ നിന്നും ലഭിക്കാനുള്ളവയും ലഭിക്കുന്നതാണ്. ധനപരമായ കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. സന്താനങ്ങളുടെ അഭിപ്രായങ്ങളോട് യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധക്കുറവ് അനുഭവപ്പെടാം. മുതിർന്നവരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. ഭാര്യാഭർത്താക്കന്മാരുടെ ബന്ധം ഊഷ്മളമായിരിക്കും. പ്രണയിതാക്കൾക്ക് ഗുണപ്രദമല്ല. അപ്രതീക്ഷിതമായി സാമ്പത്തിക നേട്ടമുണ്ടാകാൻ ഇടയുള്ളതിനാൽ പാർട്ട്നേഴ്സുമായി വാഗ്വാദങ്ങൾ ഉണ്ടായേക്കാം. മനസ്സമാധാനക്കുറവ് അനുഭവപ്പെടാം. ഉദരക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനും കാൽപാദങ്ങൾക്ക് വേദന എന്നിവയും അനുഭവപ്പെടാം. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും യഥാവിധി വഴിപാടുകളും സമർപ്പിക്കുകയും ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഉദ്യോഗസ്ഥർ തൻ്റെ ഉത്തരവാദിത്വങ്ങളിൽ വീഴ്ച വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാനും മനസ്സുണ്ടാകണം. നിയമപരമായി മാത്രം കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവരുടെ ചതിയിൽ അകപ്പെടാൻ ഇടയുണ്ട്. സഹോദരങ്ങളോ സുഹൃത്തുക്കളോ സഹായ വാഗ്ദാനങ്ങളുമായി സമീപിക്കുന്നതാണ്. കുടുംബത്ത് സമാധാനക്കുറവ് അനുഭവപ്പെടുന്നതാണ്. വിവാഹ കാര്യങ്ങൾക്കും ഗുണകരമാണ്. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. എല്ലാ കാര്യത്തിലും ഒരു ഭയം ഉണ്ടാകാൻ ഇടയുണ്ട്. വീട് മാറി താമസിക്കുന്നതിനും ഇടയാകും. സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകുന്നതിനും വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുമാണ്. ധനച്ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും. ബന്ധുക്കളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദരക്ലേശങ്ങൾക്കും ഇടയാകും. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും ചെയ്യുക. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധൈര്യത്തോടെ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാം. മത്സരബുദ്ധി വർദ്ധിക്കും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുന്നതാണ്.
പുതിയ കരാറുകളിൽ ഒപ്പുവെക്കുമ്പോൾ രേഖകൾ പരിശോധിക്കേണ്ടതുണ്ട്. ധനപരമായ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. കർമ്മരംഗത്ത് കഠിന പ്രയത്നം ചെയ്യേണ്ടതായി വരും. ക്ഷമയോടെ എല്ലാ കാര്യത്തിലും ആസൂത്രണം ചെയ്താൽ നല്ല ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. കുടുംബത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ഉന്നത പഠനത്തിനായി ദൂരയാത്രകൾ വേണ്ടിവരും. ആശയവിനിമയ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം. അച്ഛനുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. തൊണ്ടവേദന, ശ്വാസമുട്ട് പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുകയും ചെയ്യുക. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിലിടത്ത് മാറ്റങ്ങൾ ഉണ്ടാകും. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ കുറയും. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. എന്നാൽ ധനച്ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും. വസ്തുസംബന്ധമായി തർക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ക്ഷമയോടെ കാര്യങ്ങളെ നേരിടേണ്ടതാണ്. എല്ലാ ധനമിടപാടുകളിലും ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ചിലർക്ക് അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും. മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ഭക്ഷണ ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ്. പല്ല്, കണ്ണ് സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ജീവിത പങ്കാളിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാം. നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം, ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക. അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് സ്ഥാനക്കയറ്റം ഉണ്ടാകാം. ഞാൻ എന്ന ഭാവം ഉണ്ടായാൽ തർക്കങ്ങൾക്ക് ഇടയാകും. തൻ്റെ വ്യക്തിത്വത്തിന് കോട്ടം സംഭവിക്കാനും ഇടയുണ്ട്. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ വാഗ്വാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഊഹക്കച്ചവടത്തിൽ വിജയിക്കാനാകും. ബിസിനസ് രംഗവുമായി ബന്ധപ്പെട്ട് പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാനാകും. പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാനാകണം. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനാകും. ശാരീരികമായി ചില അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. മാനസിക സമ്മർദ്ദങ്ങൾ വർദ്ധിക്കും. ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിന് ഇടയാകും. അമിത ചിന്തകളും ഉണ്ടാകും. ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം. മഹാദേവന് പിൻവിളക്ക് സമർപ്പിക്കുകയും ഗണപതി ഹോമം, ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ചെറിയ സുഖക്കുറവുകൾ അനുഭവത്തിൽ വരുന്നതാണ്. ദൂരയാത്രകളും ഉണ്ടാകും. ഏതൊരു പ്രവർത്തന മേഖലയിലായാലും ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോകണം. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും തൻ്റെ വാക്കുകൾ പാലിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. മത്സരബുദ്ധി വർദ്ധിക്കുകയും എന്നാൽ പരീക്ഷകളിൽ വിജയിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകാം. സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നിയമപരമായി മാത്രം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോവുക. കേസുകളോ കോടതി വ്യവഹാരങ്ങളോ വന്നുപെടാൻ ഇടയുണ്ട്. അധിക ധനച്ചിലവുകളും ഉണ്ടാകും. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും ധനച്ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതാണ്. മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനും ഇടയാകും. ശാസ്താവിന് എള്ളുപായസം, നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്.